ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളെല്ലാവരും ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ പഠനം ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോ വർഷങ്ങളിലും പരീക്ഷകൾക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. എല്ലാ ചാപ്റ്ററിൻ്റെയും പ്രാക്ടീസ് ടെസ്റ്റുകളും നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ 2020 മാർച്ചിൽ നടന്ന ഒന്നാം വർഷ അക്കൗണ്ടൻസി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് പരിചയപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ തുടർച്ചയായി ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഏരിയകളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വിവരണങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് എങ്ങനെ സോൾവ് ചെയ്തു എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം ഏതൊക്കെ ഏരിയയിൽ നിന്ന് ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പൂർണ്ണമായും ഉൾക്കൊള്ളുക. അതിനനുസരിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പരിചയപ്പെടാം. പ്ലസ് 1 അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് 11 ക്വസ്റ്റ്യനാണ് വൺ വേർഡിൽ വന്നിട്ടുള്ളത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 11 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത. ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, റൈറ്റിംഗ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് പാറ്റൻറ്റ്, കോപ്പിറൈറ്റ് എറ്റ്സെട്ര ഈസ് നോൺ ആസ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് ഉപയോഗിക്കുന്ന ടേം ഏതാണ്? റൈറ്റിംഗ് ഓഫ് കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കോസ്റ്റിനെ റൈറ്റ് ഓഫ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിനുപയോഗിക്കുന്ന വാക്കാണ് ഡിപ്രീസിയേഷനാണോ, ഡിപ്ലീഷനാണോ, അമോർട്ടൈസേഷനാണോ, ഒബ്സലസൻസ് ആണോ? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് അമോർട്ടൈസേഷനാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ, അതിന് നമ്മൾ അമോർട്ടൈസേഷൻ എന്നാണ് ഉപയോഗിക്കുക. ഡിപ്രീസിയേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫിക്സഡ് അസറ്റ്സിനാണ്. ഡിപ്ലീഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് വേസ്റ്റിംഗ് അസറ്റ്സ്, കോറി, മൈൻ പോലെയുള്ള അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷന് നമ്മൾ ഡിപ്ലീഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുക. അമോർട്ടൈസേഷൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഒബ്സൊലസൻസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയൊക്കെ മാറുന്നത് കൊണ്ട് ചില അസറ്റ്സ് യൂസ്ലെസ് ആയി പോകുന്നത്, അതിനെ നമ്മൾ ആ കോസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് ഒബ്സൊലസൻസ്. അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ അമോർട്ടൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ മിക്ക എക്സാമിനേഷനുകളിലും റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ മേക്കർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് നോൺ ആസ് ഡ്രോയി, പേയി, ഡ്രോയർ, നൺ ഓഫ് ദീസ്. ഇതിൽ ഡ്രോയർ ആണ് നമ്മുടെ ആൻസർ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്ന ആളെ പറയുന്ന പേര് ഡ്രോയർ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളെ അഥവാ ഡെപ്റ്റർ ആയിരിക്കും. ഡ്രോയർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആയിരിക്കും. അപ്പോൾ ഈ സ്വീകരിക്കുന്ന ആളാണ് ഡ്രോയി. പേ എന്ന് പറഞ്ഞാൽ ആർക്കാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, ചില കേസിൽ ബാങ്ക് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയാവാം, അദ്ദേഹത്തെയാണ് പേ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോയി അല്ലെങ്കിൽ ഡ്രോയർ എന്നുള്ള ഈ ടേം ആൻസർ വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടാറുണ്ട്. ദെൻ ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസിന് എക്സാമ്പിൾ ഏതാണ്? സാലറി. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് വരാറ്? വേജസ്, ക്യാരേജ് ഇൻവേർഡ്, ഒക്ട്രോയ്, എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരാറ്. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്. റെൻറ്റും ഓഫീസ് എക്സ്പെൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ സാലറിയും റെൻറ്റും ഓഫീസും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അറ്റ് ദ സെയിം ടൈം വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. Then fourth question, the person who owes money to the business is known as. ബിസിനസ്സിന് പണം കൊടുക്കാനുള്ള വ്യക്തിയെ പറയുന്ന പേര് എന്തായിരിക്കും ആൻസർ? ആൻസർ ഈസ് ഡെപ്റ്റർ. എ ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ ഹൂ ഓസ് സം മണി ടു ദ ബിസിനസ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓസ് സം മണി. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ് പണം കൊടുക്കാനുള്ള ആളെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. Then fifth, a series of operation in a certain order to achieve a desired result is known as. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഓർഡർ ഓഫ് ഓപ്പറേഷൻ, അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്?
നമ്മൾ പ്രൊസീജിയർ എന്നാണ് പറയുക. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൊസീജിയറാണ് ഇവിടുത്തെ ആൻസർ. Then sixth question, multiple types of taxes in goods and service were abolished through the introduction of dash VAT, GST, octroi, income tax. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള പല ടൈപ്പ് ഓഫ് ടാക്സുകളെ എല്ലാം ഒഴിവാക്കിയിട്ട് ഒരൊറ്റ ടാക്സ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് ഏതാണ്? ഇവിടെ ആൻസർ GST ആണ്. ഓക്കെ. In case of bill of exchange, dash additional days are added with its period to arrive at the maturity date. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ സെറ്റിൽമെൻറ്റ് ഡേറ്റ് അഥവാ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ദിവസമാണ് അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്നത്? ആൻസർ എന്താണ്? 3 days. അതൊരു സംശയത്തിനുള്ള വകുപ്പില്ല. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എത്ര ദിവസം അഡീഷണൽ ആഡ് ചെയ്യപ്പെടുന്നു അതിൻ്റെ സെറ്റിൽമെൻറ്റ് ഡേറ്റിന് അഥവാ മെച്യൂരിറ്റി ഡേറ്റിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 days എന്നാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണ്? സ്പീഡ് അഡ്വാൻറ്റേജ് ആണ്. കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ഇറ്റ് ഈസ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. സ്പീഡും റിലയബിലിറ്റിയും അക്യൂറസിയും അഡ്വാൻറ്റേജ് ആണ്. കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ദെൻ 9th ക്വസ്റ്റ്യൻ, ദ ഡാറ്റാബേസ് എലിമെൻറ്റ് വിച്ച് എനേബിൾസ് ടു റിട്രീവ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്നും ആവശ്യമായ ഡാറ്റയും അല്ലെങ്കിൽ ഇൻഫോർമേഷനുമൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന എലിമെൻറ്റ് ഏതാണ്? ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ 4 എലിമെൻ്റ് ആണുള്ളത്. ടേബിൾ, ക്വറീസ്, ഫോംസ്, റിപ്പോർട്ട്സ്. ഇവിടെ നമ്മുടെ ആൻസർ ക്വറീസ് ആണ്. ടേബിൾ എന്ന് പറഞ്ഞാൽ ടു സ്റ്റോർ ഡാറ്റ. ടേബിളിലാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ക്വറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റയെ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടി ക്വറിയാണ്. എൻക്വയറി എന്ന് മനസ്സിലോർത്താൽ മതി. ക്വറി, എൻക്വയറി, അന്വേഷണം, ക്വറി. ദെൻ ഫോംസ് എന്ന് പറഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനും പുതുതായി വിവരങ്ങൾ ആഡ് ചെയ്യാനൊക്കെയാണ് ഫോംസ് ഉപയോഗിക്കുന്നത്. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ ക്വറി വഴിയോ ഫോംസ് വഴിയോ നമ്മൾ എടുക്കുന്ന ഇൻഫോർമേഷനെ പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് റിപ്പോർട്ട്. ദെൻ 10th, ഇഫ് ദ സാലറി പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഈസ് 5,000. സാലറി നമ്മൾ പേയ്മെൻറ്റ് നടത്തിയത് 5,000 ആണ്, 5,000 രൂപയാണ്. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ റുപ്പീസ് 2,000. വർഷാവസാനം ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ നമ്മൾ ഇനിയും കൊടുക്കാനുള്ള സാലറിയായി കാണുന്നത് 2,000 രൂപയാണ്. അതുകൊണ്ട് ദ എമൗണ്ട് ഓഫ് സാലറി ടു ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് 3,000, 5,000, 2,000 ആൻഡ് 7,000. നമ്മളറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് ആക്ച്വൽ എമൗണ്ട് ഓഫ് സാലറി ആ പീരിയഡിലേക്ക് എത്രയാണ്, ഒരു വർഷത്തേക്ക് എത്രയാണ് സാലറി എന്ന് വെച്ചാൽ അതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 5,000 കൊടുത്തിട്ടുണ്ട്, 2,000 കൊടുക്കാനുണ്ട്. അഥവാ ആ വർഷത്തെ ടോട്ടൽ സാലറി എത്രയാണ്? 5,000 പ്ലസ് 2,000, ദാറ്റ് മീൻസ് ആൻസർ 7,000. ദെൻ 11th ക്വസ്റ്റ്യൻ, ദിസ് സിമ്പിൾ റെപ്രസെൻറ്റ്സ് ഡാഷ് ഇൻ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ഇത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിൽ ഈ സിമ്പിൾ ഒരു എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിൽ ഈ സിമ്പിൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? എൻറ്റിറ്റി ആണോ, വീക്ക് എൻറ്റിറ്റി ആണോ, റിലേഷൻഷിപ്പ് ആണോ, ആട്രിബ്യൂട്ട് ആണോ? ഇവിടെ ആൻസർ വീക്ക് എൻറ്റിറ്റി ആണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ സിമ്പിളുകളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എൻറ്റിറ്റി ഓർ സ്ട്രോങ് എൻറ്റിറ്റി എന്നുള്ളതാണ് നമ്മളൊരു റെക്റ്റാങ്കുലർ. വീക്ക് എൻറ്റിറ്റി. ദെൻ ആട്രിബ്യൂട്ടിന് സർക്കിളാണ്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഇങ്ങനെ 2 സർക്കിൾ ആയിട്ട് കാണാം. ദെൻ റിലേഷൻഷിപ്പിന് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു സിമ്പിളാണ്. ഇത് വീക്ക് റിലേഷൻഷിപ്പാണ്. ദെൻ ഇപ്പോൾ നമ്മുടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. നമ്മളൊന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഈ 11 മാർക്കും നേടാവുന്നതേ ഉള്ളൂ. ദെൻ നമുക്ക് അടുത്ത സെക്ഷൻ 12ഉം 13ഉം ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ 2 മാർക്ക് വീതമാണ് കിട്ടുന്നത്. ഗീവ് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ഐറ്റംസ്. നമ്മൾ വർഷാവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്.
അല്ലേ? അപ്പോൾ അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ജേണൽ എൻട്രീസ് ആണ്. ബാഡ് ഡെപ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ജേണൽ എൻട്രി ആണ് ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. ദെൻ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ജേണൽ എൻട്രി ആണ് സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുന്നത് കൊണ്ട് ഡെപ്റ്റേഴ്സ് കുറയുന്നു. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്, അസറ്റ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആണല്ലോ, അതുകൊണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റിയാണ്, അഥവാ ഒരു ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ആ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ബന്ധമുള്ള ഡെബിറ്റ് അക്കൗണ്ട് സാലറി എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 4 ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഏതെങ്കിലും 4 ലിമിറ്റേഷൻസ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ 4 ലിമിറ്റേഷൻസ് എഴുതാനാണ് പറഞ്ഞത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1/2 മാർക്ക് വീതമാണ് ഓരോ പോയിന്റിന് കിട്ടുക. ഈ എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതിയാവും. ഹൈ കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, സ്റ്റാഫ് ഓപ്പോസിഷൻ, സിസ്റ്റം ഫെയിലിയർ, ഡിസ്റപ്ഷൻ, സെക്യൂരിറ്റി പ്രോബ്ലംസ്, ലാക്ക് ഓഫ് നോളേജ്, ഇൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞുള്ള ഈ പോയിന്റ്സിൽ ഏതെങ്കിലും 4 എഴുതിയാൽ 2 മാർക്ക് കിട്ടും. അതുപോലെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പലപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഗീവ് എനി 2 സിറ്റുവേഷൻ വിച്ച് ഇൻക്രീസസ് ദ പാസ്ബുക്ക് ബാലൻസ് വൈൽ പ്രിപ്പയറിംഗ് എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പാസ്ബുക്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും 2 സിറ്റുവേഷന് ലിസ്റ്റ് ചെയ്യാൻ. എക്സ്പ്ലനേഷൻസ് വേണ്ട, ജസ്റ്റ് എഴുതിയാൽ മതി. 1, ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ എ കസ്റ്റമർ ടു ബാങ്ക്. ഒരു കസ്റ്റമർ ബാങ്കിൽ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ്, ഡിവിഡൻസ് എറ്റ്സെട്ര കളക്റ്റഡ് ബൈ ബാങ്ക്. കസ്റ്റമർക്ക് വേണ്ടി അഥവാ ബിസിനസ്സിന് വേണ്ടി ബാങ്ക് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ് ഇങ്ങനെ എന്തെങ്കിലും കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ ബാങ്ക് എന്ത് ചെയ്യും, കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് വരവെക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം ഐറ്റംസ് എന്തായിരിക്കും, ബാങ്ക് റീകൺസിലേഷൻ സമയത്ത് നോക്കുമ്പോൾ പാസ്ബുക്ക് ബാലൻസ് കൂടാനുള്ള കാരണമാണ്. ദെൻ അതുപോലെ മറ്റൊരു റീസണാണ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ബിസിനസ്, പക്ഷേ ആ ചെക്ക് വാങ്ങിയ ആൾ, ആ ഫണ്ട് വിഡ്രോ ചെയ്യേണ്ട ആൾ ബാങ്കിൽ എത്തിയിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും, ബാങ്കിൽ നിന്ന് അത്രയും എമൗണ്ട് പോയിട്ടില്ല. നമ്മുടെ ക്യാഷ് ബുക്കിലെ കണക്കനുസരിച്ച് അത്രയും ബാങ്ക് ബാലൻസ് കുറഞ്ഞു എന്ന് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതേസമയം ബാങ്കിൽ നിന്ന് ആ എമൗണ്ട് അദ്ദേഹം വിഡ്രോ ചെയ്യാത്തത് കൊണ്ട് പാസ്ബുക്ക് ബാലൻസ് കൂടുതലായിരിക്കും. ദെൻ നെയിം എനി 4 സ്പെഷ്യൽ ജേണൽസ് യൂസ്ഡ് ഇൻ ദ ലാർജ് ബിസിനസ് ഫേം. വലിയ ബിസിനസ് ഓർഗനൈസേഷനുകളിൽ ജേണലിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ജേണലുകൾ ഏതൊക്കെയാണ്? അതിലേതെങ്കിലും 4 എഴുതാൻ. അല്ലേ, നമുക്കറിയാം സ്പെഷ്യൽ ജേണൽസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേ ബുക്സ് എന്നൊക്കെ പറയുന്ന ബുക്കുകളാണ് ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽ റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ. ഇതിലേതെങ്കിലും 4 എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/2 മാർക്ക് വീതം 2 മാർക്ക് കിട്ടും. ഒന്നിനും എക്സ്പ്ലനേഷൻസ് വേണ്ട, കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ, ദെൻ 16th, ഫ്രം ദ ഗിവൺ ഐറ്റംസ് ലിസ്റ്റ് ഔട്ട് എൻറ്റിറ്റീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ക്വസ്റ്റ്യനാണ്, 2 മാർക്കാണ്. താഴെ തന്നിട്ടുള്ള ഈ വിവരങ്ങളിൽ എൻറ്റിറ്റി ഏതാണ്, ആട്രിബ്യൂട്ട് ഏതാണ്? എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു ഐറ്റം. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാലോ ആ എൻറ്റിറ്റിയുടെ ചില വിശേഷണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില എക്സ്പ്ലനേഷൻസാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ താഴെ തന്നുള്ള ലിസ്റ്റിൽ എംപ്ലോയി, ഡേറ്റ് ഓഫ് ബർത്ത്, ABC കമ്പനി ലിമിറ്റഡ്, എംപ്ലോയി കോഡ്, ഇതിൽ ഏതൊക്കെയാണ് എൻറ്റിറ്റി? എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റിയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ആ എംപ്ലോയിയുടെ ആട്രിബ്യൂട്ടാണ്. ABC കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അല്ലേ, അതൊരു എൻറ്റിറ്റിയാണ്. എംപ്ലോയി കോഡ് എന്ന് പറഞ്ഞാലോ ആട്രിബ്യൂട്ടാണ്. അപ്പോൾ എൻറ്റിറ്റി എംപ്ലോയിയും ABC കമ്പനി ലിമിറ്റഡും എൻറ്റിറ്റിയാണ്. അതേസമയം ഡേറ്റ് ഓഫ് ബർത്തും എംപ്ലോയി കോഡും ആട്രിബ്യൂട്ടാണ്. ഈ 4 എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക് വീതം കറക്റ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ഈ 2 മാർക്ക് കിട്ടും. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? എനി 3 ഒബ്ജക്റ്റീവ്സ് എഴുതാനാണ്. ഇതിന് പറ്റുമെങ്കിൽ 3 പോയിൻ്റ് എഴുതി അതിന് 1-2 സെൻറ്റൻസിൽ ഒരു എക്സ്പ്ലനേഷൻ കൂടി എഴുതുന്നത് നന്നായിരിക്കും.
ഇവിടെ മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്, അസർട്ടൻമെൻറ്റ് ഓഫ് റിസൾട്ട്സ്, ഡിറ്റർമിനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു വേരിയസ് യൂസേഴ്സ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ, ഗീവ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ജേണൽ എൻട്രീസ് എഴുതാനാണ്. സോൾഡ് ഗുഡ്സ് ടു മിഥുൻ 18,000. മിഥുൻ എന്ന് പറയുന്ന ആൾക്ക് കടത്തിനാണ് വിറ്റത്. മിഥുൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. പെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. വിഡ്രോ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജേണൽ എൻട്രീസ് ആണ്. 3 മാർക്ക് കിട്ടും 3 ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ. ഓക്കെ. ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. മിസ്റ്റർ ആനന്ദ്, ആൻ അക്കൗണ്ടന്റ് ഓഫ് എ ബിസിനസ്, ഐഡൻറ്റിഫൈഡ് ദ ഫോളോയിങ് എറേഴ്സ് ഇൻ ദെയർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. നെയിം ദ ടൈപ്പ് ഓഫ് എറർ ഒക്കേർഡ്. ഒരു അക്കൗണ്ടൻറ്റ് ചില എറേഴ്സ് വരുത്തി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. ഈ ടൈപ്പ് ഓഫ് എറേഴ്സ് എഴുതാനാണ് പറഞ്ഞുള്ളത്. 3 എണ്ണം ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മാർക്ക് കിട്ടും. പേയ്മെൻറ്റ് ടു സപ്ലയർ ഓഫ് ഗുഡ്സ് ഫോർ ₹30,000 ഈസ് റോങ്ലി പോസ്റ്റഡ് ടു ദ ഡെബിറ്റ് ഓഫ് ദെയർ അക്കൗണ്ട് ആസ് 3,000. അഥവാ 30,000 എഴുതേണ്ടതിന് പകരം 3,000 എന്നായി പോയി ഒരു അക്കൗണ്ട് പോസ്റ്റ് ചെയ്തപ്പോൾ. ഇത് ഏത് ടൈപ്പ് എററാണ്? അപ്പോൾ നമ്മളിത് എഴുതാൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ഓഫ് എറേഴ്സ് എന്താണെന്ന് അറിയണം, അല്ലേ? ടൈപ്പ് ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ട്, അഥവാ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എറേഴ്സിനെയാണ് നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ദെൻ അതുപോലെ എറർ ഓഫ് കമ്മീഷൻ ഉണ്ട്, അഥവാ ക്ലറിക്കൽ എറേഴ്സ് ആയിരിക്കും ഈ എറർ ഓഫ് കമ്മീഷൻ എന്ന കാറ്റഗറിയിൽ വരിക. അതായത് നമ്മൾ എഴുതുമ്പോൾ തെറ്റിപ്പോവുക, എമൗണ്ടൊക്കെ മാറിപ്പോവുക. ദെൻ മറ്റൊരു എററാണ് എറർ ഓഫ് ഒമിഷൻ ഓർ കംപ്ലീറ്റ് ഒമിഷൻ. ദെൻ മറ്റൊരു എററാണ് എറർ ഓഫ് ഒമിഷൻ, അഥവാ എൻ്റർ ചെയ്യാൻ വിട്ടുപോവുക, മറന്നു പോവുക. അപ്പോൾ നമ്മൾ ഇത് ആദ്യത്തെ എറർ എന്ന് പറയുന്നത് എറർ ഓഫ് കമ്മീഷനാണ്. ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. 30,000 എഴുതേണ്ടതിന് പകരം ഒരു 0 കുറഞ്ഞു പോയി. അപ്പോൾ എറർ ഓഫ് കമ്മീഷൻ. ദെൻ ബി, ക്രെഡിറ്റ് സെയിൽസ് ടു മജീദ് 25,000 നോട്ട് എൻറ്റേഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. നോട്ട് എൻറ്റേഡ് ആണ്. നോട്ട് എൻറ്റേഡ് എന്ന് പറഞ്ഞാൽ എറർ ഓഫ് ഒമിഷനാണ്, വിട്ടുപോകലാണ്. അത് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് എഴുതിയാലും എറർ ഓഫ് ഒമിഷൻ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ദെൻ സി, പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ₹50,000 ഈസ് ഡെബിറ്റഡ് ടു പർച്ചേസസ് അക്കൗണ്ട്. പർച്ചേസ് ഓഫ് മെഷീനറി 50,000 കൊടുത്തൊരു മെഷീൻ വാങ്ങി, പക്ഷെ അത് ഡെബിറ്റ് ചെയ്തത് എവിടെയാണ്? പർച്ചേസസ് അക്കൗണ്ടിലാണ്. മെഷീൻ വാങ്ങിയാലുള്ള ജേണൽ എൻട്രി എന്താണെന്ന് ഓർക്കുക? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. അതിന് പകരം ഇദ്ദേഹം എഴുതിയത്, ആനന്ദ് എഴുതിയത് പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ വയലേഷനാണ്. അത് എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. മെഷീൻ വാങ്ങിയാൽ അത് അസറ്റാണ് വാങ്ങിയത്. നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന ഗുഡ്സ് വാങ്ങുന്നെങ്കിൽ അതിനെ മാത്രമേ നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുള്ളൂ. റോ മെറ്റീരിയൽസോ ഫിനിഷ്ഡ് പ്രോഡക്റ്റോ വിൽക്കാൻ വേണ്ടി നമ്മൾ വാങ്ങുമ്പോൾ അത് പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. പർച്ചേസ്ഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ വാങ്ങിയത് ബിസിനസ്സിൽ ലോങ് ടേം യൂസിനുള്ള ഒരു അസറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ദെൻ കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ യൂസിങ് സ്യൂട്ടബിൾ ഫോർമുല. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഫോർമുല എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ഒരു ഫോർമുല നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ ഉണ്ട്, പർച്ചേസസ് 1,50,000. അതിൻ്റെ കൂടെ പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പർച്ചേസസിൽ നിന്ന് അത് മൈനസ് ചെയ്യണം. ഇവിടെ റിട്ടേൺസ് ഈ ക്വസ്റ്റ്യനിൽ ഇല്ലാത്തത് കൊണ്ട് നെറ്റ് പർച്ചേസസ് 1,50,000. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, വേജസ് തന്നിട്ടുണ്ട്, ക്യാരേജ് ഇൻവേർട്സും തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000 പ്ലസ് പർച്ചേസസ് 1,50,000 പ്ലസ് 84,000 ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 2 ഐറ്റം ഉണ്ട്, വേജസും ക്യാരേജ് ഇൻവേർട്സും. 84,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 40,000 ഈക്വൽ ടു 2,44,000. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, ഇതൊക്കെ കമ്പോണൻസിൽ പെട്ടതാണ്. ഈ 3 എഴുതുമ്പോൾ ഇതിന് ചെറിയ എക്സ്പ്ലനേഷനും കൂടി കൊടുക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ 3 മാർക്ക് കിട്ടുള്ളൂ. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ
കമ്പോണൻസ് എന്നുള്ള രീതിയിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പീപ്പിൾ, ഡാറ്റ, കണക്ടിവിറ്റി എന്നെഴുതിയാൽ മാർക്ക് കൊടുക്കണമെന്നും കഴിഞ്ഞ എക്സാമിനേഷൻ്റെ വാല്യുവേഷൻ സമയത്ത് നിർദ്ദേശം ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗിവ് എക്സ്പാൻഷൻ ഓഫ് DBMS ആൻഡ് ലിസ്റ്റ് ഔട്ട് എനി ഫോർ ഇറ്റ്സ് കമ്പോണൻസ്. DBMSൻ്റെ ഫുൾ എഴുതാൻ, DBMS എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യനിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ടേബിൾസ്, ക്വറീസ്, ഫോംസ്, റിപ്പോർട്ട്സ്, ഇതാണ് ഒരു DBMSൻ്റെ കമ്പോണൻസ്. ഇത് മിക്കപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരാറുണ്ട്. ടേബിൾ എന്താണ്, ക്വറി എന്താണ്, ഫോം എന്താണ്, റിപ്പോർട്ട് എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. DBMSൻ്റെ കമ്പോണൻസ് ആണ് ഈ 4 എന്നും ഓർത്ത് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു 3 മാർക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. ഇത് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. 4 മാർക്കാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത്. നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടോ പ്രിപ്പയർ ചെയ്തിട്ട് ക്രെഡിറ്റ് സെയിൽസോ ക്രെഡിറ്റ് പർച്ചേസോ കാൽക്കുലേറ്റ് ചെയ്യാൻ. നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ്. ഒരു ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആൻസർ ഇതാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അഥവാ ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. ഡെപ്റ്റേഴ്സ് ഓപ്പണിംഗ് ബാലൻസ് 40,000. ദെൻ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്കറിയാം, ഇവിടെ തന്നിട്ടുണ്ട് ക്ലോസിംഗ് ബാലൻസ് 50,000, അതും എഴുതാം. ഇനി ഡെപ്റ്റേഴ്സിനെ കുറക്കുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യുക ഈ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 60,000, ബാഡ് ഡെപ്റ്റ്സ് 5,000, ദെൻ ഡിസ്കൗണ്ട് അലൗഡ് 4,000. പിന്നെ എന്ത് ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ് എഴുതുക. അതുകൂടി എഴുതി കഴിഞ്ഞ് ഇത് ബാലൻസ് ചെയ്യുക, ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുക. ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 1,19,000 കിട്ടും. അതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിനെ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ്. അതിൻ്റെ ഒരു ഫോർമാറ്റ് കൃത്യമായി പഠിച്ചു വെക്കുക. അതുപോലെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് ആയിരിക്കും. അതിൻ്റെ ഫോർമാറ്റും കൃത്യമായി പഠിച്ചു വെക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വിവരങ്ങൾ അപ്ലൈ ചെയ്യുക. ഈസി ആയിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റേറ്റ് വിച്ച് പ്രിൻസിപ്പിൾസ് ഓർ കോൺസെപ്റ്റ്സ് ആർ ആപ്ലിക്കബിൾ ഇൻ ദ ഫോളോയിങ് കേസസ്. നമ്മുടെ അക്കൗണ്ടൻസിയിലെ 2nd ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ബിസിനസ് എൻറ്റിറ്റി ഓർ അക്കൗണ്ടിങ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ദെൻ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് ഇയർ ആഫ്റ്റർ ഇയർ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് വർഷാവർഷം ഇങ്ങനെ മാറ്റാൻ പാടില്ല. ഏതാ പ്രിൻസിപ്പിൾ? കോൺസിസ്റ്റൻസി പ്രിൻസിപ്പിളാണ്. കോൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പറയുന്നത് ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്ന പ്രാക്ടീസസ്, അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റാൻ പാടില്ല. അതാണ് കോൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. തീരെ പ്രാധാന്യമില്ലാത്ത സംഭവങ്ങളെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനിൽ രേഖപ്പെടുത്തി സമയം കളയേണ്ട കാര്യമില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന പ്രിൻസിപ്പിളാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ.
ദെൻ 25th ക്വസ്റ്റ്യൻ ആണ്, ഗീവ് റെക്ടിഫിക്കേഷൻ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. 4 മാർക്കാണ്. റെക്ടിഫിക്കേഷൻ എൻട്രീസ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമുകളിലും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഒരു സംശയം വേണ്ട, വരും. ഒരു 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ ആ ഭാഗം ഒന്ന് പ്രത്യേകം വർക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. സാലറി പെയ്ഡ് ടു രാമു ₹5,000 ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. സാലറി കൊടുത്താൽ ജേണൽ എൻട്രി സാലറി അക്കൗണ്ട് അപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അതിന് പകരം എന്താണ് ചെയ്തത്? അയാളുടെ പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, അഥവാ രാമു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. രാമു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി? രാമു അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നേരത്തെ ചെയ്യാൻ വിട്ടുപോയ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, അത് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ സാലറി അക്കൗണ്ട് അപ്റ്റഡ് ടു രാമു അക്കൗണ്ട് 5,000. ദെൻ ക്രെഡിറ്റ് സെയിൽസ് ടു രാജൻ ₹10,000 വാസ് റെക്കോർഡ് ആസ് 1,000 ഇൻ സെയിൽസ് ബുക്ക്. സാജന് 10,000 രൂപയുടെ സാധനങ്ങൾ കടത്തിന് വിറ്റത് സെയിൽസ് ബുക്കിൽ 1,000 രൂപ എന്ന് രേഖപ്പെടുത്തി. അഥവാ സാജൻ്റെ അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും 9,000 രൂപ കുറവാണ് കാണിക്കുക. 10,000 എഴുതുന്നതിന് പകരം 1,000 രൂപ എഴുതിയ 9,000 കുറവാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക? സാജൻ അക്കൗണ്ട് 9,000 രൂപ ഡെബിറ്റ് ചെയ്യുക, സെയിൽസ് അക്കൗണ്ട് 9,000 രൂപ ക്രെഡിറ്റ് ചെയ്യുക. ജേണൽ എൻട്രി സാജൻ അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ് 9,000. ഓക്കെ. ദെൻ ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം സക്കറിയ 20,000 വേർ നോട്ട് റെക്കോർഡഡ്. ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ തെറ്റ് തിരുത്താൻ വേണ്ടി ഇപ്പോൾ റെക്കോർഡ് ചെയ്യുക, വേറെ മാർഗ്ഗമൊന്നുമില്ല. പർച്ചേസസ് അക്കൗണ്ട് അപ്റ്റ് ടു സക്കറിയ അക്കൗണ്ട് 20,000. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം സക്കീർ ₹4,000 വാസ് റോങ്ലി പോസ്റ്റഡ് ടു ഷബീർസ് അക്കൗണ്ട്. സക്കീറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ 4,000 രൂപ തെറ്റായിട്ട് എന്ത് ചെയ്തു? ഷബീറിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത് സക്കീറിൻ്റെ അക്കൗണ്ടിലേക്കായിരുന്നു. ക്യാഷ് കിട്ടിയാലുള്ള ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു സക്കീർ എന്നാണ്. അതിന് പകരം ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഷഹീർ എന്ന് എഴുതിപ്പോയി. ഷഹീറിൻ്റെ അക്കൗണ്ട് തെറ്റായി ക്രെഡിറ്റ് ചെയ്തു. അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? ഷഹീറിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക 4,000. ദെൻ സക്കീറിൻ്റെ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിരുന്നു. ആ തെറ്റ് തിരുത്താൻ വേണ്ടി സക്കീറിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ റെക്ടിഫൈങ് ജേണൽ എൻട്രി ഷഹീർസ് അക്കൗണ്ട് അപ്റ്റഡ് ടു സക്കീർസ് അക്കൗണ്ട്. ഓക്കെ. ദെൻ 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ ഉറപ്പിച്ചോ, ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു എക്സാമിനേഷൻ സാധാരണഗതിയിൽ നമുക്കുണ്ടാവില്ല. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ കൃത്യമായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് സുഖമായിട്ട് നേടിയെടുക്കാം. ഓക്കെ. ദെൻ ഇവിടെ മിസ്റ്റർ പ്രകാശ്. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഇതുപോലെ ആഡ് ലെസ് എഴുതി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പ്ലസ് മൈനസ് എന്ന് കൊടുത്തിട്ടുള്ള കോളം വരച്ചിട്ടും ചെയ്യാറുണ്ട്. നോക്കുക, പ്രകാശ് ചീഫ് അക്കൗണ്ടൻറ്റ് ഓഫ് എ ബിസിനസ് ഐഡൻറ്റിഫൈഡ് സം ഡിഫറൻസസ് ഇൻ ദെയർ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ് ഓൺ June 30th, 2017. You are required to prepare a bank reconciliation statement to reconcile the balances. നമ്മളോട് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 64,000. ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെ, ലെസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് നോക്കേണ്ടത്. ഓക്കെ. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തു, ബാങ്കിലെത്തിയിട്ടില്ല. ചെക്ക് ഇഷ്യൂ ചെയ്താൽ നമ്മുടെ ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ പേയ്മെൻറ്റ് സൈഡിൽ കാണിച്ചാൽ, അഥവാ ബാങ്ക് ബാലൻസ് നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരം കുറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ബാങ്കിൽ ആ ചെക്ക് എത്താത്തത് കൊണ്ട് അവിടെ ബാങ്കിൻ്റെ പാസ്ബുക്ക് പ്രകാരം അത് കുറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് പാസ്ബുക്കിന് തുല്യമാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് തിരിച്ച് ആഡ് ചെയ്യണം. ആഡ് ചെയ്യാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ₹5,000. ദെൻ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ അക്കൗണ്ട് 500 രൂപ കുറച്ചിട്ടുണ്ട്. നമ്മളെ ക്യാഷ് ബുക്കിൽ അത് വന്നിട്ടില്ല. അതോ ഇതെന്ത് ചെയ്യണം? ലെസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ആദ്യമേ ക്വസ്റ്റ്യൻ വായിച്ച് ആഡ് ചെയ്യാനുള്ളതും ലെസ് ചെയ്യാനുള്ളതും ഈ സൈഡിലൊന്നും എ എന്നും എൽ എന്നും മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ എളുപ്പമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ബാങ്ക് ചാർജസ് ലെസ് ചെയ്യുക. ദെൻ എ ചെക്ക് ഓഫ് ₹10,000 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക്. നമുക്ക് കിട്ടിയ ഒരു ചെക്ക് നമ്മൾ നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അഥവാ നമ്മുടെ ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ അത്രയും എമൗണ്ട് കൂടുതൽ എഴുതി ഡെപ്പോസിറ്റ് ചെയ്യുന്ന അന്ന് തന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി നടത്തി. അഥവാ നമ്മുടെ ക്യാഷ് ബുക്ക് അനുസരിച്ച് ബാങ്ക് ബാലൻസ് കൂടിക്കിടക്കുകയാണ്. പക്ഷെ അത് എന്ത് ചെയ്തില്ല? ബാങ്കിൽ കളക്ഷൻ ആയിട്ടില്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് പാസ്ബുക്ക് ബാലൻസിനോട് തുല്യമാവണമെങ്കിൽ ഇത്രയും എമൗണ്ട് മൈനസ് ചെയ്യണം. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക് 10,000. ദെൻ എ കസ്റ്റമർ ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് 3,000 ഇൻ ദ ബാങ്ക്. ഒരു കസ്റ്റമർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് തരാനുള്ള ക്യാഷ് 3,000 രൂപ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്കിൽ കൂടിയിട്ടുണ്ട്, നമ്മളെ ക്യാഷ് ബുക്ക് കൂടിയിട്ടില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക് വെച്ചാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ എ കസ്റ്റമർ 3,000. ദെൻ ബാങ്ക് ഡയറക്ട്ലി കളക്റ്റഡ് ദ ഡിവിഡൻഡ് ആൻഡ് ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ ബാങ്ക് നമുക്ക് കിട്ടാനുള്ള ഒരു ലാഭവിഹിതം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. അഥവാ ക്യാഷ് ബുക്കിൽ അത്ര എമൗണ്ട് വീണ്ടും നമ്മൾ കൂട്ടിച്ചേർക്കണം. 4,000 ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ് ഇവിടെ ലഭ്യമാവുന്നത്. ദെൻ 27ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓൺ ജൂലൈ 1, 2014 എലൈറ്റ് പ്രിൻറ്റേഴ്സ് പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹3 lakh and spent ₹10,000 for its installation. It was decided to provide depreciation at the rate 10% per annum on straight line method. Prepare machinery account for first 4 years, assuming that the books of accounts are closed on 31st December every year. ജൂലൈ 1 3 ലക്ഷം രൂപ വിലയുള്ള ഒരു മെഷീൻ വാങ്ങിച്ചു. 10,000 രൂപ അത് ഫിറ്റ് ചെയ്യാനും ചിലവായി. അപ്പോൾ അത് ടോട്ടൽ കോസ്റ്റ് ഓഫ് മെഷീൻ എന്ന് പറഞ്ഞാൽ 3,10,000 അവർ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് 10% അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ്. മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുക. അപ്പോൾ ഒരു അസറ്റ് അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇത് ഡിപ്രീസിയേഷൻ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് ഈ മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുന്നത്? ഇവിടെ ജൂലൈ 1 വാങ്ങിയത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് 31st December. അപ്പോൾ 6 മാസമാണ് ഈ ആദ്യത്തെ വർഷത്തിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എടുക്കേണ്ടത്. ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും? 3,10,000 ഇൻറ്റു 10/100 എന്ന് പറഞ്ഞാൽ 31,000 രൂപയായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം. ഫസ്റ്റ് എൻട്രി എന്തായിരിക്കും? മെഷീൻ വാങ്ങിച്ചത് 3,10,000 മെഷീനറി അക്കൗണ്ടിൽ ടു ക്യാഷ്. മെഷീനറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണല്ലോ ജനറൽ എൻട്രി. അഥവാ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ടു ക്യാഷ് 3,10,000. പിന്നെ ആ വർഷാവസാനം മാത്രമാണ് എൻട്രി വരുള്ളൂ. എന്തിനാണ് എൻട്രി? ഡിപ്രീസിയേഷൻ. 15,500 വന്നുള്ളൂ. നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷൻ 31,000 ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് 15,500 ആയത്? ആദ്യത്തെ വർഷം 6 മാസമാണ് ഈ മെഷീൻ നമ്മുടെ ബിസിനസ്സിലുള്ളൂ. 1/7/2014 വാങ്ങിയത്. അപ്പോൾ 3,10,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 15,500. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ 2,94,500. ദെൻ അടുത്ത വർഷം ഓപ്പണിംഗ് ബാലൻസ് 2,94,500. ഡിപ്രീസിയേഷൻ 31/12 എത്രയാണ്? 31,000 രൂപ. എങ്ങനെ 31,000? ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് ഇതിൻ്റെ കോസ്റ്റിൻ്റെ ബുക്ക് വാല്യൂ അല്ല, കോസ്റ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. 3,10,000 ഇൻറ്റു 10/100 31,000 രൂപ. മറ്റു ട്രാൻസാക്ഷൻസ് ഒന്നും ഈ മെഷീനുമായി ബന്ധപ്പെട്ട് നടക്കാത്തത് കൊണ്ട് ഇത് ബാലൻസ് ചെയ്യുന്നു. ക്ലോസിംഗ് ബാലൻസ് ഓഫ് സെക്കൻഡ് ഇയർ 2,63,500. ദെൻ ഓപ്പണിംഗ് ബാലൻസ് 3ാമത്തെ വർഷം. ദെൻ ഡിപ്രീസിയേഷൻ 31,000. ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് 2,32,500. 4 വർഷത്തെ അക്കൗണ്ടാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4ാമത്തെ വർഷം 31,000. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 മാർക്കാണ്. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ. ദെൻ ഇത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ഒരു ക്വസ്റ്റ്യനാണ്. ഇതുപോലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നിന്ന് സാധാരണ ജേണൽ എൻട്രീസ് ആണ് ചോദിക്കാറ്. പ്രോബ്ലം സൈഡിൽ നിന്ന് ജേണൽ എൻട്രീസ് ആണ് ചോദിക്കുക. ദീപക് സോൾഡ് ഗുഡ്സ് ടു രമേഷ് ഫോർ ₹20,000 ഓൺ January 13th 2016 and draw a bill payable after 2 months. Ramesh accepted the bill and returned to Deepak. On January 20th, Deepak discounted the bill with his bank for ₹19,500. The bill was dishonored on the due date. Past journal entries. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ദീപക്കാണ് സാധനങ്ങൾ വിറ്റത്, അഥവാ ദീപക്കിനാണ് ക്യാഷ് കിട്ടാനുള്ളത്. അഥവാ ഡ്രോയർ ആരാണ്? ദീപക്കാണ്. അപ്പോൾ ഡ്രോയറുടെ ബുക്കിലുള്ള എൻട്രീസ് ആണ്. ഡ്രോയറെ സംബന്ധിച്ചിടത്തോളം ബിൽ റിസീവബിൾ ആണ്. നമുക്ക് എൻട്രീസ് നോക്കാം. രമേഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ്. രമേഷിനാണ് സാധനങ്ങൾ വിറ്റത് 20,000 രൂപ. ദെൻ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജേണൽ എൻട്രി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ അടുത്ത എൻട്രി ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു രമേഷ്.
രമേശിൻ്റെ സ്റ്റാറ്റസ് എന്തായി മാറി? അയാൾ ഡെപ്റ്റർ എന്നുള്ള സ്റ്റാറ്റസ് മാറി, മറിച്ച് ഇയാളുടെ കയ്യിലൊരു ലീഗൽ ഡോക്യുമെൻ്റായി ബിൽ റിസീവബിൾ അല്ലേ. ദെൻ ഓൺ January 20th, ജനുവരി 20-ന് ദീപക് ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു ബാങ്കിൽ. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 19,500. ദെൻ 500 രൂപ എന്താണ്? 20,000-ൽ 500 രൂപ ഡിസ്കൗണ്ടാണ്. 500 രൂപ ഡിസ്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ റിസീവബിൾ. ദെൻ ദ ബിൽ വാസ് ഡിസോണേഡ് ഓൺ ദ ഡ്യൂ ഡേറ്റ്. ഇവിടെ ഡേറ്റ് ഓഫ് ബില്ല് January 13 2 മാസമാണ് ബില്ലിൻ്റെ കാലാവധി. അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 16 മാർച്ചാണ്. അഥവാ 13-ൻ്റെ കൂടെ 3 കൂടി ആഡ് ചെയ്തു, 2 മാസം കഴിഞ്ഞ് മാർച്ച്. അപ്പോൾ അന്ന് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? രമേശിനെ ഡെപ്റ്റർ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നു, ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. കാരണം ബാങ്കിന് ഇദ്ദേഹം ദീപക്ക് ക്യാഷ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ രമേശ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ 29ാമത്തെ ക്വസ്റ്റ്യൻ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് പറയാറ്. ഈ 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം തയ്യാറാക്കിയാൽ തന്നെ നമുക്ക് 8 മാർക്ക് കിട്ടും അല്ലേ. നമ്മൾ നോർമൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു 5 അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. സാധാരണ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാ വർഷവും 8 മാർക്കിന് സാധാരണഗതിയിൽ വരുന്നത് ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാനും ബാലൻസ് ഷീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. അതിന് ചോയ്സ് ആയിട്ട് ചിലപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കോ പെറ്റി ക്യാഷ് ബുക്കോ വരാറുണ്ട്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രാക്ടീസ് ചെയ്യുക. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാൻ നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. നമുക്ക് ആദ്യത്തെ പാർട്ട് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും ഡയറക്റ്റ് എക്സ്പെൻസുമാണ്. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, റിട്ടേൺസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്തിട്ട് അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ഇവിടെ സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് 12,800. ദെൻ പർച്ചേസസ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. പർച്ചേസസ് 1,45,800 അതിൽ നിന്ന് എന്ത് ചെയ്യണം? പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. ഇവിടെ പർച്ചേസ് റിട്ടേൺസ് ഉണ്ട് 4,100 മൈനസ് ചെയ്യുന്നു. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഇവിടെ വേജസ് മാത്രമേ ഉള്ളൂ, വേജസ് എഴുതുന്നു. ദെൻ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും മാത്രമാണ് അല്ലേ. സെയിൽസിൽ നിന്ന് റിട്ടേൺസ് കുറച്ച് ബാക്കി 2,15,100. ക്ലോസിംഗ് സ്റ്റോക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ടാണ് കാണുക. ക്ലോസിംഗ് സ്റ്റോക്ക് 14,200. ബാലൻസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ആഡോ ലെസ്സോ ചെയ്യാനുണ്ടാവും. അത് നോക്കിയിട്ട് അത് ചെയ്യണം. ഇപ്പോൾ സാലറിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറിയോട് കൂടി ആഡ് ചെയ്യണം. സാലറി ഇവിടെ ഉണ്ട്, സാലറി 10,000, അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്തു, ടോട്ടൽ 11,000. ഇവിടെ അടുത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളത് പ്രൊവൈഡ് 5% ഓൺ ഡെപ്റ്റേഴ്സ് ഫോർ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യണം 5% ഡെപ്റ്റേഴ്സിൻ്റെ. ഇപ്പോൾ ഡെപ്റ്റേഴ്സ് 20,000 അത് കൂടാതെ അവിടെ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് എഴുതേണ്ടത് ആദ്യം ബാഡ് ഡെപ്റ്റ് എഴുതുക. അതിനുശേഷം ന്യൂ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് 5%. ഈ ഡെപ്റ്റേഴ്സിൻ്റെ 20,000-ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 1,000 രൂപ. അപ്പോൾ ബാഡ് ഡെപ്റ്റിൻ്റെ കൂടെ ആ പ്രൊവിഷനും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ 2,000 രൂപയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഉണ്ട്. ഇൻഷുറൻസ് പെയ്ഡ്, ആക്ച്വൽ പെയ്ഡ് എത്രയാണ്? 8,300. അതിൽ മുൻകൂട്ടിയുള്ള പേയ്മെൻറ്റ് 2,500 കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ലെസ് ചെയ്യണം. ലെസ് പ്രീപെയ്ഡ് 2,500. അപ്പോൾ ബാലൻസ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ്, ഈ വർഷത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 5,800 രൂപ. ദെൻ ഡിപ്രീസിയേഷൻ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് 5%. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 45,000 അതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 2,250 രൂപ ഡിപ്രീസിയേഷൻ. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ഉണ്ട്. ഇവിടെ ഒരു ഇൻകം ഉണ്ട്. നമ്മൾ ഈ ക്രെഡിറ്റ് ബാലൻസ് കോളത്തിലുള്ള ഈ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, ഇൻകം ആണ്. ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ദെൻ സാധാരണ പോലെ ബാലൻസ് ചെയ്യുക. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുള്ള ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കാനാണ്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള മുഴുവൻ പെറ്റി എക്സ്പെൻസുകളാണ്. അപ്പോൾ വാല്യുവേഷൻ സമയത്ത് ഈ ഒരു കോളം ഇതിൻ്റെ ബാലൻസ് ഇതിനാണ് പ്രാധാന്യം. ഇതിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യാം, അനാലിസിസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ കോളംസ്
അതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഇല്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഐറ്റംസിനെ നിങ്ങൾക്ക് ഒരു 4-5 കാറ്റഗറിയായി തിരിച്ച് കോളംസ് കൊടുത്താൽ മതി. നമ്മളെ വാല്യുവേഷൻ ഇതിൽ കറക്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആദ്യം ക്യാഷ് റിസീവ്ഡ് ഇവിടെ എഴുതുന്നു, എക്സ്പെൻസുകളെല്ലാം ഇവിടെ എഴുതുന്നു, ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു, ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ അതിൻ്റെ ബാക്കി ഇതിലേക്ക് 1500 രൂപയിലേക്ക് എത്ര വരാണ്ട് അത് ക്യാഷ് റിസീവ്ഡ് കൂടി എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ 2020 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും നമ്മുടെ മിക്കവാറും എക്സാമിനേഷൻ നടക്കുക. ഏകദേശം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അസറ്റ് അക്കൗണ്ട്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, ജേണൽ എൻട്രീസ്, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പാർട്ടിൽ നിന്നുള്ള തിയറി ഭാഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്, താങ്ക് യു.